ഇത് ബാസി നടക്കൂല ബാസിയെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞ കാര്യം സത്യം, ഞാൻ ഓപ്പണായിട്ട് പറയാം. നടക്കൂല എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർമാരൊക്കെ വിട്ടു പോണ്ടിരുന്നു. നടക്കൂല അവനെ കൊണ്ട്, സോറി, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ബാസി ബീച്ചിലിരിക്കുന്നു, ഒരു പെൺകുട്ടി നടന്നു വരുന്നു, ഐ എം സോറി. അപ്പോൾ അവൾ ഈ പെൺകുട്ടിയായിട്ട് ഇയാൾ ബൈക്കിൽ പോകുന്നു. അപ്പോൾ ആരോ ഒരാൾ ഒരു ടാറ്റാ സുമോയിൽ ഇരുന്നിങ്ങനെ നോക്കുന്നു, അയാൾ എന്തെങ്കിലും സംസാരിക്കുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് പരിധികളില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. ഇത് ആക്ച്വലി ഒരു നടന്നൊരു സംഭവമാണ്, അതിനെ ബേസ് ചെയ്തൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ്. इंस्पायर किया था ऐसा, तो इधर एक डिस्ट्रिक्ट में, केरला डिस्ट्रिक्ट में, सॉरी सर, आपका बेस में देखा तो हिंदी इंग्लिश आ रहा है सिर्फ, लेकिन ഓക്കെ. അപ്പം മലയാളം ഇപ്പം ഇങ്ങനൊരു സിനിമയെക്കുറിച്ച്, ഒരു ആക്ഷൻ മൂവി എടുക്കുന്നതിനെ കുറിച്ചിട്ട് സത്യത്തിൽ പിന്നെ നിങ്ങൾ ഈ കണ്ട സോങ് ഉണ്ടല്ലോ, അത് ശരിക്കും എൻ്റെ ഒരു സോങ്ങാണ്. ബിക്കോസ് ഞാൻ ഇതുപോലൊരു സോങ്, ശ്രീനാഥ് ബാസിയുടെ ഒരു സോങ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സ്പാർക്ക്, ഒരു വിഷ്വലാണ് ഇപ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ കണ്ടത്. അതായത് ബാസിയോട് ഇരിക്കുന്നു, നായികയൊന്നും എനിക്കറിയില്ല, ബാസി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ബാസി ബീച്ചിലിരിക്കുന്നു, ഒരു പെൺകുട്ടി നടന്നു വരുന്നു, ഐ എം സോറി. അപ്പോൾ അവൾ ഈ പെൺകുട്ടിയായിട്ട് ഇയാൾ ബൈക്കിൽ പോകുന്നു. അപ്പോൾ ആരോ ഒരാൾ ഒരു ടാറ്റാ സുമോയിൽ ഇരുന്നിങ്ങനെ നോക്കുന്നു, അയാൾ എന്തെങ്കിലും സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എനിക്കറിയില്ല ആക്ച്വലി, അതെന്താ എൻ്റെ മനസ്സിലിങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് ബേസ് തന്നെയാണ് ഈ സ്റ്റോറിയിൽ. ഈ സോങ് ഞാൻ പറഞ്ഞപ്പോഴും രഞ്ജിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സോങ് ആയിരിക്കണം കമ്പൽസറി, അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വല് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈപ്പിൽ നടന്ന ഒരു സംഭവം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ചെറായിലാണ്. വൈപ്പിൽ ചെറായി എന്ന് പറഞ്ഞ ആ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ട കുറച്ച് എന്താ പറയുക, SSLCക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരെ ലൈൻ അടിക്കാനായിട്ട് വരുന്ന ഒരു ചേട്ടനുണ്ട്, ബൈജു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പുള്ളിയുടെ അടുത്ത് ഒരു സ്ട്രഗിളിന് തീരുമാനമെടുത്തു. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെൺകുട്ടിയാണ് ഇയാൾ പ്രണയിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹമാണ് മുനമ്പത്തെ കൃഷ്ണൻ്റെ അനുജൻ ബൈജു. ഇവരെന്ന് പറഞ്ഞാൽ വമ്പൻ ടീമാണ്. അവർ സംസാരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പ്രശ്നം, അടിയുണ്ടാകും, ഭയങ്കര ബഹളമാണ്, വലിയ ടീമാണ്, ഗുണ്ടകളാണെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അഭിലാഷ് എന്നുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ എന്നെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അയാളെക്കുറിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ഇത് അഭിലാഷം മുൻപത്ത് നമ്പർ 1 ഗുണ്ടയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. ഈ പാട്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്തുണ്ടായ കേസാണ് ഈ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിട്ടായിരുന്നു പിന്നീട് ഞാൻ ഈ കഥ ബിൽഡപ്പ് ചെയ്തത്. അപ്പോൾ ഒരു ആക്ഷനിൽ ഏറ്റവും നല്ല ഫ്ലോട്ട് ഇത് തന്നെയാണെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു. ഇപ്പം ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഏകദേശം 2004 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാനൊരു ദിവസം പറവൂർ എന്ന് പറഞ്ഞിട്ടുള്ള, ഏകദേശം ഈ പറഞ്ഞ ചെറായിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള പറവൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് തിരിച്ച്, എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ, ഞങ്ങൾ വന്നിട്ട് ചെറായി പാടം, അവിടെ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതും, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചെറായി പാടത്ത് വണ്ടിയെല്ലാം ബ്ലോക്കായി. അങ്ങനെ ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ ബാക്കിൽ കൂടെ നടന്ന് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ പറയുകയാണ്, അഭിലാഷ് കൊല്ലപ്പെട്ടു, അഭിലാഷിനെ വെട്ടിക്കൊന്നിട്ടിരിക്കുകയാണ്, അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അവിടെ തോന്നി എൻ്റെ ഫേസിലുള്ള ഒരു എക്സ്പ്രഷനില്ലേ, അതാണ് പൊങ്കാല സിനിമ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് അന്ന് എനിക്കുണ്ടായ ഞെട്ടലാണ്. എനിക്ക് ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ് ഈ സോങ് എൻ്റെ മനസ്സിൽ വന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തൊരു സിനിമയാണ് പൊങ്കാല. ഈസി ആയിട്ട് ഉണ്ടായ ഒരു സിനിമയല്ല. ഒരു 6 ഷെഡ്യൂൾ എടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ തീർത്തത്. ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് പരിധികളില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ എന്താണ് എനിക്കറിയില്ല, ഈ സിനിമയ്ക്ക് ഒരു സത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ സോങ് കണ്ടപ്പോഴും അതുപോലെ ഫീൽ തോന്നിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് ടോട്ടലി സിനിമ പൊങ്കാല. പ്രൊമോഷന് എടുക്കുകയാണെങ്കിൽ ഒത്തിരി പറയാന്ന് വെച്ചാൽ ഒത്തിരിയധികം ഫൈറ്റുകൾ, അതേപോലെ ഇപ്പം 5 പാട്ടുകൾ. അപ്പോൾ ഇത്രയും ഈ 2 ഇതും ഇത്രയും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് സിനിമയിൽ പാട്ടും ഫൈറ്റും കൂടുതലായിട്ട് ചെയ്യാനുള്ള കാരണം? അല്ല, അത് ഉണ്ടാക്കിയതല്ല, അത് ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ഡിമാൻഡഡ് ആണ്. അപ്പോൾ പല സ്ഥലത്തും
എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഫൈറ്റ് നമ്മുടെ സിനിമയിൽ നിങ്ങൾ കാണില്ല. സോറി. അത് ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വന്നു കയറിയതാണ് സോങ്സും ഫൈറ്റ്സും ഒക്കെ. അപ്പോൾ അല്ലാതെ ഞാനത് പ്ലാൻഡ് ആയിട്ടൊരു ആക്ഷൻ പാക്കായിട്ട് റെഡിയാക്കിയതല്ല, അത് സംഭവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല സത്യമില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ ഈ കഥ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറ്, ഇത് ബാസി നടക്കൂല ബാസിയെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞ കാര്യം സത്യം, ഞാൻ ഓപ്പണായിട്ട് പറയാം. നടക്കൂല എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർമാരൊക്കെ വിട്ടു പോണിരുന്നു. നടക്കൂല അവനെ കൊണ്ട്, സോറി, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനിത് ചിന്തിക്കുന്ന ആ ഒരു സോങ്ങിൽ നിന്നാണ്. ആ പാട്ട് ഞാൻ പറയാം, ആകാശം, മറ്റേ ഭീഷ്മപർവ്വതത്തിൽ സോങ് ഉണ്ട് ബാസിയുടെ, ആകാശം പോലെ. ആ പാട്ടാണ് എനിക്ക് ഇൻസ്പയർ. അതിനകത്തൊരു ഇവനെങ്ങനെ ഈ സിനിമയിലേക്ക് ശ്രീനാഥ് ബാസി എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെ വിഷ്വലിൽ ഞാൻ എഴുതുന്ന കഥയിലൊക്കെ ബാസി ഉണ്ടായിരുന്നു, സത്യമാണ് ഈ പറയുന്നത്. അല്ലാതെ വേറെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഡേറ്റ് ചോദിച്ചിട്ട് ഞാൻ ക്ലാഷോ അങ്ങനെ ഒരു വിഷയം ഇതിനകത്തില്ല. സ്ട്രെയിറ്റ് ഞാൻ ബാസി അടുത്താണ് ആദ്യമായിട്ട് കഥ പറയുന്നത്. ബാസി ഇത് കേൾക്കുന്നു, അപ്പോൾ തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു, പരിപാടി കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു, പുള്ളിയുടെ കുറേ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഫ്രീ ആയപ്പോഴത്തേക്കും ഷൂട്ട് തുടങ്ങി നമ്മൾ. അങ്ങനെയാണ് അതിൻ്റെ സംഭവം.